മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ ഫുൾ ബജറ്റ് സർപ്രൈസുകൾ നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് മധ്യവർഗത്തെ സംബന്ധിച്ച്, ശമ്പളം വാങ്ങിക്കുന്ന മധ്യവർഗത്തെ സംബന്ധിച്ച് വമ്പൻ നേട്ടമാണ് ഈ ബജറ്റ്. അതേസമയം തന്നെ കേരളത്തെ അവഗണിച്ചു തുടങ്ങി പാർശ്വവൽകൃത ജനവിഭാഗത്തിന് എന്തുണ്ട് എന്ന ചോദ്യം വരെ പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ വിമർശനങ്ങളുണ്ട് എങ്കിലും ഒരാളും പ്രതീക്ഷിക്കാത്ത പ്രഖ്യാപനം നികുതിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നത് വളരെ സവിശേഷമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. ഇത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർത്താൽ 70,000, അങ്ങനെ 12,70,000 രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. സാമാന്യമായ മലയാളം 1 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം വാങ്ങുന്ന ആളും ഇനി ആദായ നികുതി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. 1 ലക്ഷം രൂപ മാസ ശമ്പളമുള്ള ആളിനും ആദായ നികുതി കൊടുക്കേണ്ടത്. അതായത് മധ്യവർഗം സാധാരണക്കാർ എന്ന് പറയുമ്പോഴും 1 ലക്ഷം രൂപ വരെയുള്ളവർക്ക്. അപ്പോൾ ഇത് സാധാരണക്കാരാണോ എന്ന ചോദ്യമൊക്കെ വരാം. പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയയാണ്. രാഷ്ട്രീയമായും നമ്മുടെ സാമ്പത്തിക മേഖലയുമായും കണക്ട് ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് ഈ ജോലി ചെയ്യുന്ന ആളുകൾ എന്നത്. അവർക്കാണ് 80,000 രൂപ വരെ നേട്ടമാണ്. അതേസമയം തന്നെ ഇപ്പൊ 18 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ആളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്നത് 20%, 25% ഇളവാണ്. അപ്പോൾ നമുക്കതിനകത്ത് തന്നെ ഏതാണ്ട് 80,000 രൂപയുടെ കുറവ് കാണാൻ കഴിയും. അതുപോലെ തന്നെ നോക്കൂ, അടുത്ത ടാക്സ് വിഭാഗത്തിൽ പുതിയൊരു ടാക്സ് സ്ലാബ് കൂടി 25% പുതിയൊരു ടാക്സ് സ്ലാബ് കൂടി വരുന്നുണ്ട്. 10 ലക്ഷം വരെ വരുമാനമുള്ള ആളുകൾക്ക് 50,000 രൂപ വരെ ലാഭം ലഭിക്കും എന്ന് പറയുന്നു. അതിന്റെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത് 2.5 ലക്ഷം വരെ ടാക്സിലായിരുന്നു. ഇപ്പോൾ 4 ലക്ഷം വരെ ടാക്സില്ല. അതായത് 12,70,000 മുകളിൽ വരുമാനമുള്ള ആളുകളുടെ ടാക്സ് കണക്ക് കൂട്ടുമ്പോൾ ആദ്യത്തെ 4 ലക്ഷത്തിന് ടാക്സില്ല. നേരത്തെ 2 ലക്ഷമായിരുന്നു. 4 മുതൽ 8 ലക്ഷം വരെ 5% എന്നാൽ നേരത്തെ ഉണ്ടായിരുന്നത് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയായിരുന്നു 5%. അതിപ്പോൾ 4 തൊട്ട് 8 വരെയാക്കി 5%. 8 മുതൽ 12 ലക്ഷം വരെ വരുമാനത്തിന് 10% ടാക്സ്. നേരത്തെ 5 മുതൽ 10 എന്നൊരു സ്ലാബായിരുന്നു. 5 മുതൽ 10 സ്ലാബിൽ 20% ടാക്സ്. ആ 20% ഇപ്പോൾ 8 മുതൽ 12 ലക്ഷം വരെയുള്ള വരുമാനത്തിന് പകുതിയായി 10 കുറച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ ഈ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ച് 12 ലക്ഷം വരെ വരുമാനമുള്ള മാസം 1 ലക്ഷം രൂപ കിട്ടുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ലോട്ടറി അടിച്ചു എന്ന്. 18 ലക്ഷം രൂപ വരെ ഒരു വർഷം വരുമാനമുള്ള ആൾക്ക് 70,000 രൂപയുടെ നേട്ടമാണ് ഒരു വർഷം ഉണ്ടാവുക. അതായത് 30% ലാഭം. ഇനി പോട്ടെ, 24 ലക്ഷം രൂപ ഒരു വർഷം, 24 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മാസം 2 ലക്ഷം ശമ്പളം വാങ്ങുന്ന ആൾക്ക് 1,10,000 കോടിയുടെ ലാഭം ഉണ്ടാകുന്നു. 25% കുറവുണ്ടാകുന്നു. ഈ പൈസ വേണമെങ്കിൽ മാർക്കറ്റിലിറക്കാം, ഇൻവെസ്റ്റ് ചെയ്യാം, പല രീതിയിൽ ഉപയോഗിക്കാം. മാർക്കറ്റിലെ ലിക്വിഡിറ്റി ഉയരുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ സംഭവിക്കുന്നത്. ഇതൊരു സൈക്കിൾ പ്രോസസ് ആണല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുക. ശമ്പളം കൂടുന്നതിനനുസരിച്ച് സാധാരണ നിലയിൽ എക്സ്പെൻസ് കൂടുകയാണ് പതിവ്. അത് വിപണിയിലേക്കാണ് സാധാരണ നിലയിൽ പോവുക. വിപണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് നിക്ഷേപമായി മാറാനുള്ള, മ്യൂച്വൽ ഫണ്ട് അടക്കമുള്ള നിക്ഷേപങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ പണം സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരികയാണ്. അത്തരമൊരു ടാറ്റിക്സ് ആണ് ധനമന്ത്രിയുടെ ഭാഗത്ത്. അതായത് അതിലേക്ക് വഴിവെച്ചത് നികുതി പിരിവിലെ കാര്യക്ഷമതയാണ്. നികുതി പിരിവ് വർദ്ധിക്കുന്നു എന്ന കാര്യക്ഷമതയാണ്. സർക്കാരിന്റെ മൊത്തം റവന്യൂവിന്റെ 22% ഡയറക്റ്റ് ടാക്സ് ആണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതായത് ഏറ്റവും മേജർ കോൺട്രിബ്യൂഷൻ നമ്മുടെ സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ മൊത്തം നികുതി വരുമാനത്തിന്റെ 22% ഈ പറഞ്ഞ ഡയറക്റ്റ് ടാക്സ് ആണ്, പ്രത്യക്ഷ നികുതിയാണ്.